Hi friends, the Garden എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ സൈഡിൽ തന്നെ തൂക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ഹാങ്ങിങ് ഐഡിയ ആണ്. അപ്പോൾ ഇത് ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഇതിൻ്റെ വേറൊരു ടൈപ്പിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാങ്ങിങ് ബോൾസ് എന്നും പറഞ്ഞിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഓർക്കിഡിൻ്റെ ആ ഹോളൊക്കെ ഉള്ള ഒരു പോട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാർ ഗ്രാസ്, നമ്മുടെ ഹെമിഗ്രാഫിസ് റെപ്പാണ്ട എന്ന് പറയുന്നൊരു പ്ലാന്റാണിത്. ബോർഡർ ഗ്രാസ് എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ട് ആ ഒരു വലിയൊരു ഹാങ്ങിങ് ബോൾ ഉണ്ടാക്കുന്നത് ഞാൻ കുറേ നാൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂസൊക്കെ കിട്ടി, ഒരു 8 ലക്ഷത്തിന് മേലെ ആ ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു മിനി വെർഷനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ പോട്ടൊന്നും വെച്ചിട്ടല്ല, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണ്, ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മിനി ഹാങ്ങിങ് ബോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ഇങ്ങനത്തെ ഒരു നെറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതൊരു ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഈസി ആയിട്ട് ലഭിക്കുന്ന ഒരു നെറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു ക്യൂബ് ആദ്യമേ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു നെറ്റിൻ്റെ തന്നെ ഈ ഒരു കണ്ണികളുടെ എണ്ണം അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു അളവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 കണ്ണികളാണ് ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ സൈഡ് 4 സൈഡുകളുണ്ടാവും. അപ്പോൾ അതിനായിട്ടൊരു 16 കണ്ണികളുടെ നീളത്തിൽ നമുക്കൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 16 കണ്ണികൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവസാനത്തെ കണ്ണ് കട്ട് ചെയ്യാൻ നേരം ആ ഒരു 17ാമത്തെ ഒരു നീളത്തിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വേറെ ഒന്നിനും അല്ലാതെ നമ്മളിത് മടക്കി ലാസ്റ്റ് ലോക്ക് ഇടാൻ നേരം അതുപോലത്തെ ഒരു നീളത്തിലുള്ള ഒരു പോർഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വേറെ ഒന്നും ടൈ ചെയ്യാതെ തന്നെ നമുക്ക് ഇത് വെച്ച് തന്നെ നമുക്കൊന്ന് മടക്കി ലോക്ക് ചെയ്തെടുക്കാൻ സിമ്പിളായിരിക്കും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നീണ്ടു നിൽക്കുന്ന രീതിക്ക് ഇതിൻ്റെ ടിപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു നീളത്തിലൊരു പീസ് നമ്മുടെ സ്ക്വയർ ഷേപ്പിൽ മടക്കിയിട്ട് ഒരു ക്യൂബ് മോഡലിലാക്കി എടുക്കണം. അപ്പോൾ 4 എണ്ണത്തിൻ്റെ ഓരോ സൈഡ് വെച്ചിട്ട് മടക്കി ഇതൊരു ക്യൂബ് ഷേപ്പിലാക്കി നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ എഡ്ജസൊക്കെ നല്ലപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്തെടുക്കാൻ നേരം ഇതുപോലെ ജോയിൻറ്റ് വരുന്ന പോർഷൻ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കമ്പി നീട്ടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ച് മടക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡ്, ഇനിയിപ്പോൾ 2 സൈഡും കൂടെ എൻ്റെ ഓപ്പൺ ആണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 2 പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ 2 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 4x4 വരുന്ന രീതിക്ക്. പിന്നെ അതിൻ്റെ 4 സൈഡിലോട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കമ്പികൾ ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിലോട്ടിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നെറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഈസി ആയിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കി ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് നല്ലപോലെ തന്നെ ലോക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിനി ഒരു സൈഡ് കൂടെ ഉണ്ട്. അപ്പോൾ അത് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോട്ട് മിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം നിറക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഷെയ്ഡ് നെറ്റ് എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, അതൊന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോട്ട് മിക്സ് നിറക്കാനാണ്. അപ്പോൾ നമ്മുടെ ഷെയ്ഡ് നെറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ട് മിക്സ് ഇറക്കാം. അപ്പോൾ പോട്ട് മിക്സിലായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചകിരിച്ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ വളങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആകെ കുറച്ച് സ്പേസ് ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്ലാന്റിന് വളരാൻ, ചെടിക്ക് നിൽക്കാനായിട്ടുള്ള ഒരു ചകിരിച്ചോറ് മാത്രമേ ഞാൻ നിറക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വളങ്ങൾ, ഫെർട്ടിലൈസേഴ്സൊക്കെ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. 18 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പോട്ട് മിക്സ് ആയിട്ട് ഇവിടെ ചകിരിച്ചോറ് മാത്രം ഇതിൻ്റെ അകത്ത് നിറക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കോർണറിലും എഡ്ജസിലൊക്കെ നല്ലപോലെ എത്തുന്ന രീതിക്ക് നല്ലപോലെ പ്രസ്സാക്കി ടൈറ്റാക്കി തന്നെ നമുക്ക് ആ ഒരു പോട്ട് മിക്സിൻ്റെ അകത്തൊന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചകിരിച്ചോറ് ഇതിൻ്റെ അകത്തോട്ട് പറ്റുന്ന അത്രയും ടൈറ്റാക്കി നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു എഡ്ജ്, ഈ ഒരു ഫേസ് കൂടി നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡ് നെറ്റ് കൂടി മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു നെറ്റ് പീസും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ലോക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു സൈഡ് കൂടി നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ അതോടുകൂടി നമ്മുടെ ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യൂബിൻ്റെ ഒരു കോർണറിലായിട്ട് ഇതുപോലത്തെ ഒരു നൂല് കെട്ടി കൊടുക്കണം. അതൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്ലാന്റ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യൂബെല്ലാം സെറ്റാണ്. പിന്നെ ഞാനിവിടെ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഹെമിഗ്രാഫിസ് റെപ്പാണ്ട ഗ്രീൻ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്, ഇല്ലെങ്കിൽ ബോർഡർ ഗ്രാസ്, സ്റ്റാർ ഗ്രാസ് അങ്ങനെയൊക്കെ പറയും. ഒരു വെള്ളപ്പൂ ഇടുന്ന ഒരു ചെറിയൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ അടുത്തോട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡ് നെറ്റിൻ്റെ ആ ഒരു ഹോൾസൊക്കെ ഇങ്ങനെ വലുതാക്കി കൊടുത്തൊരു ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ആ ഒരു സ്റ്റെം അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു ക്യൂബ് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ ഓരോ കണ്ണികളുടെ അകത്തും ഇതുപോലെ പ്ലാന്റ് വെച്ച് കൊടുത്ത് ഫുള്ള് നിറച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ഈ ഒരു ക്യൂബ് ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ഫുള്ള് നിറഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്ഫിയർ ഷേപ്പ് ആവും, ഒരു ബോൾ പോലെയാവും. അപ്പോൾ ഈ ഒരു ബോൾ നമുക്കൊന്ന് അതിനുശേഷം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഇത്ര നേരം കൊണ്ട് ഈ ഒരു സൈഡ് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് 5 ഫേസസ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഫില്ല് ചെയ്തെടുക്കുമ്പോഴത്തേനും ഇതൊരു സ്ഫിയർ ഷേപ്പ് ആവും. അപ്പോൾ നമ്മൾ 5 സൈഡ് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഒരു സൈഡ് കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി അതുകൂടെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല സ്ഫിയർ ഷേപ്പിൽ നിൽപ്പുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പുല്ല് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു സിസർ വെച്ചിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഒരു ഉണ്ട ഷേപ്പിലാക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മിനി ഹാങ്ങിങ് ബോൾ ഇവിടെ ഫുള്ള് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെയും വൈകിട്ടും നല്ലപോലെ തന്നെ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 3-4 ദിവസത്തേക്ക് അത് ചെറിയൊരു വാട്ടം ഉണ്ടാവും, എന്നാലും പ്രശ്നമൊന്നുമില്ല. പിന്നീട് അത് വേര് പിടിച്ച് വരുമ്പോൾ ഫുള്ള് നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മുടെ മിനി ഹാങ്ങിങ് ബോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇന്നത്തെ മുഴുവനും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. പിന്നെ എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നനവ്, ഒരു തണുത്തുള്ളൊരു സ്ഥലങ്ങളിൽ ഇത് കീപ്പ് ചെയ്യുക. ആ ഒരു പ്ലാന്റ് നല്ലപോലെ വേര് പിടിച്ച് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് മെസ്സേജ് അയക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.